ഈ തേങ്ങയാണെങ്കിൽ കിട്ടാനുമില്ല, ഇത് വിട്ടൊരു കളിയുമില്ല. മിനിമം 2 തേങ്ങയിലും ദിവസം വേണം നമുക്ക്. ഈ ഇടിച്ചക്ക 2 ദിവസം മുമ്പ് പറിച്ചേനെ, വാടിനൊന്നും അറിയില്ല. എന്നാലും ശരി, കൊത്തി നോക്കാം. ഓ ഭാഗ്യം തന്നെ, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. ആശാനെ കൊത്തി നിറക്കി പീസാക്കി മുള്ളും തോലും കളഞ്ഞ് റെഡിയാക്കി. ചക്ക പഴുത്തതായാലും പച്ചയായാലും അത് കണ്ടാൽ നൃത്തം കൊള്ളാത്ത 2 ആൾ ഇവിടെയുണ്ട്. അവരുടെ ഓഹരി കൃത്യമായി പങ്കിട്ട് കൊടുത്തു. അവർക്കത് ബിരിയാണി കിട്ടിയ പോലെ തന്നെയാണ് കഴിച്ചത്. പിന്നെ മുറിച്ച ചക്ക ഇങ്ങനെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനൊന്ന് ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചു. കുക്കറിൽ 2 വിസിലുണ്ടെങ്കിൽ ഇടിച്ചക്ക വെന്ത് കിട്ടും. വെന്ത ഇടിച്ചക്ക നമുക്ക് തണിഞ്ഞതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്മിക്കുട്ടി എടുത്തിട്ട് നന്നായിട്ട് കുത്തിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തു. എൻ്റെ അമ്മമ്മയെല്ലാം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അമ്മി കഴുകിയിട്ട് അമ്മിയിൽ അമ്മമ്മയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒതുക്കിയിട്ട് എടുക്കുന്ന കാണലുണ്ട്. ഇടിച്ചക്കാറിൻ്റെ ശരിയായ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇടുന്ന വെളുത്തുള്ളിയിലെയും ജീരകം തേങ്ങയിലും കൂടിയുള്ള മിക്സാണ്. എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ചുവന്ന മുളക് പൊടി ഇടാം. നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കാറ്. കളർ കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറിയ മോക്ക് ഞാൻ എന്ത് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് തോക്കും വന്നിട്ട് ചെയ്യണം. ഇടിച്ചൊക്കെ കൊട്ടുന്നത് മുതൽ അവസാനം അടുപ്പത്ത് വെച്ച് ഇളക്കുന്നത് വരെ അവൾ എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉരുളി ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണയും കടുകും ഇട്ട് മിക്സും എടുത്തിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഈ കടുക് കിട്ടുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കുമേ. ഇടിച്ചക്കൊക്കെ ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അച്ഛനും കൊടുത്തു മോക്കും കൊടുത്തു ഫസ്റ്റ് തന്നെ. അവർ ചൂടോടെ കഴിക്കുകയും ചെയ്തു. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടുണ്ടായിട്ട് ഫ്ലോപ്പായി പോയില്ലോ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അല്ലേ?